പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ കരുണയാൽ ഇത്രയും പേർക്ക് ഈ ഹോളിലും ഈ ശബ്ദ കാഴ്ചപ്രതിയിലും ഒരുമിച്ച് ദൈവത്തിൻ്റെ പാദപീഠമായ ഈ ഭൂമിയിൽ ആദത്തിലും അപ്പോൾ തന്നെ വീണ്ടും ജനിച്ചവർക്ക് ദൈവത്തിൻ്റെ മാരടമായ അസ്വർഗീയ മണ്ഡലത്തിൽ ക്രിസ്തുവിലും ഒരുമിച്ചായിരിക്കാൻ, അങ്ങനെ രണ്ട് പൗരത്വത്തിൽ ഒരുമിച്ച് ഒത്തുചേരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്ന നല്ല അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് അടയ്ക്കുകയാണ്. തിരുവത്താഴ് ശുശ്രൂഷ നമ്മുടെ മുൻപിലുണ്ട്. അതുമായുള്ള ബന്ധത്തിൽ ഏകദേശം ഒരു 55 മിനിറ്റ് തിരുവചന സന്ദേശത്തിനായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏകഗ്രമാക്കാം. നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്ന സന്ദേശം കീടം മാറിയാൽ നാം വചനമായി മാറും എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. കീടം മാറിയാൽ നാം വചനമായി മാറും. പക്ഷെ കീടം മാറണം. തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, വെളിയിൽ നിന്ന് കീടം മാറ്റിയാൽ തട്ടാന് നല്ല ഒരു ഉരുപ്പടി കിട്ടും. പക്ഷെ കീടം മാറണം, എന്നാലേ ഉരുപ്പടിയായി തീരത്തുള്ളൂ. നാം കീടം മാറിയാൽ നാം ദൈവവചനമായി മാറും. അതിലേക്ക് സ്റ്റെപ്പിൻ ചെയ്യുന്നതിന് മുമ്പ് കടന്നു വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ തിരുവത്താഴ ശുശ്രൂഷയിൽ നാം എന്താണ് ചെയ്യുന്നത് ഓർമ്മയുണ്ടോ? തിരുവത്താഴ ശുശ്രൂഷയിൽ നാം ഒരു മരണ വീട്ടിൽ പോവുകയാണ്. മരണത്തെ ഓർക്കുകയാണ്. അങ്ങനെ ഒരു ഓർമ്മയുണ്ടോ? ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. ഈ തിരുവത്താഴ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോ, അതായത് ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയൊക്കെ ചെയ്യുമ്പോ നമ്മൾ കർത്താവിന്റെ മരണത്തെ ഓർക്കുകയാണ്, മരണത്തെ പ്രസ്താവിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഇതുവരെ? തിരുവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന കാര്യം ഓർമ്മയുണ്ടോ? ജന്മദിനത്തേക്കാൾ നല്ലത് മരണദിനമാണെന്ന്. എന്തേ തിരുവചനത്തിന് വട്ടുപിടിച്ചതാണോ, അതോ നമുക്ക് വട്ടായതുകൊണ്ടാണ്? നമുക്ക് പലർക്കും മരണ വീട്ടിൽ പോകുന്നതിന് വലിയ താല്പര്യമൊന്നും ഇല്ല. പിന്നെ ഏത് വീട്ടിൽ പോകണേനാ താല്പര്യം? ആഘോഷ വീട്ടിലല്ലേ, അടിപൊളിയാടോ അവിടെ ചെന്നാൽ. വായിച്ച് 1 Corinthians chapter 11 verse 26. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവ് വരുവോളം കർത്താവിന്റെ മരണത്തെ ഡിക്ലെയർ ചെയ്യുകയാണ്. എന്ത് ഡിക്ലെയർ ചെയ്യുക? മരണത്തെ ഡിക്ലെയർ ചെയ്യുകയാണ്. അപ്പൊ ഈ തിരുവത്താഴ ശുശ്രൂഷയിൽ നമ്മൾ എന്താ ചെയ്യണേ? കർത്താവിന്റെ മരണത്തെ ഡിക്ലെയർ ചെയ്യുക. സഭാപ്രസംഗി 7-ാം അധ്യായത്തിൽ പറയുന്നു, അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ വിപരീതമായിട്ടാണ് പറയുന്നത്. അവിടെ പറയുന്നത് ജന്മദിനം നല്ലതാണ്, പക്ഷെ അതിനേക്കാൾ നല്ലതാണ് മരണദിനം. ഹല്ലേലൂയ.
വിലാപഭവനത്തിൽ പോകുന്നത്, കല്യാണ വീട്ടിൽ പോകുന്നത്, പാർട്ടി വീട്ടിൽ പോകുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ അതിനേക്കാൾ നല്ലതാണ് മരണ വീട്ടിൽ പോകുന്നത്. നമ്മളുടെ ചിന്തകൾ ഒന്ന് റീപൊസിഷൻ ചെയ്യണമെന്ന് തോന്നണുണ്ടോ ആർക്കെങ്കിലും ഒക്കെ? അതായത് മനസ്സ് പുതുക്കി രൂപത്തിന് അന്തരം വരുത്തണമെന്ന് തോന്നണുണ്ടോ? കാരണം ഈ സന്തോഷഭവനത്തിൽ ചെല്ലുമ്പോൾ ഓർക്കാത്തത് ചിലത് ഈ വിലാപഭവനത്തിൽ മരണ വീട്ടിൽ ചെല്ലുമ്പോൾ നാം ഓർക്കും. അത് നമുക്ക് ഗുണകരമായ ഒരു ഓർമ്മയാണ്, ഗുണകരമായ ഓർമ്മ. ആ ഡെഡ് ബോഡി അവിടെ കിടക്കുന്നത് കാണുമ്പോ ചിലരെങ്കിലും ഒന്ന് ചിന്തിക്കും, നാളെ ഞാനും എൻ്റെ ബോഡി ഇതുപോലെ കിടക്കുന്നൊരവസ്ഥയിലേക്ക് എത്തുമല്ലോ. മനുഷ്യൻ അവന്റെ ജീവിത അന്തത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പാപവഴികളെ വിട്ടുതിരിയും. അവന്റെ അവളുടെ ഇപ്പോഴുള്ള അർത്ഥശൂന്യമായ ജീവിതത്തെക്കുറിച്ച് തിരിച്ചറിയും. അതുകൊണ്ട് പ്രിയ മകളെ, ആർക്കെങ്കിലും ഈ മരണ വീട്ടിൽ പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് ചോദിച്ചു, ഇന്നാൾ മരിച്ചല്ലോ, പോയില്ലേ? ഞാൻ മരണ വീട്ടിൽ പോകാറില്ല. മരണ വീട്ടിൽ പോകാറില്ലേ? അത് താല്പര്യമില്ല. പക്ഷെ ഈ പുള്ളിയുടെ പടം അവിടെ ഇവിടെയൊക്കെ കാണാം, ഓൺലൈനിൽ അടിപൊളി സ്ഥലങ്ങളിലൊക്കെ. ബൈബിളിന് നേരെ വിപരീതമാണ്. ബൈബിള് സന്തോഷിക്കേണ്ടെന്നും നമ്മളോട് പറയില്ല, പക്ഷെ അതിനേക്കാൾ നല്ലത് മരണ വീട്ടിൽ പോകുന്നതാണ്. എന്താ കാര്യം? ഈ ലോകം തരാത്ത ഒരു സന്ദേശം മരണ വീട്ടിൽ ചെന്ന് ആ ഡെഡ് ബോഡി കാണുമ്പോൾ നമുക്ക് ലഭ്യമാകും. ഈ ലോകം തരാത്ത സന്ദേശം. ഒരുപക്ഷെ വീണ്ടും ജനിച്ചാൽ അല്പമൊക്കെ വചനത്തിൽ പ്രാവണ്യമുള്ളവർക്ക് ഒരു വചനം ഇവിടെ തെളിഞ്ഞു വരും. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം എല്ലാവരും, ആ കിടക്കുന്ന വ്യക്തി മാത്രമല്ല, നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. അത് പാസ്റ്ററായാലും കൊള്ളാം, വിശ്വാസിയായാലും കൊള്ളാം, നമ്മൾ ആരായാലും ശരി. അതുകൊണ്ട് മരണ വീട്ടിൽ പോകാൻ ഒരു അവസരം കിട്ടി ഞാൻ പോകാതിരിക്കത്തില്ല, കഴിയുന്നതും പോകും. ഇൻ കേസ് ഒരു നിവൃത്തിയില്ല എങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും പറഞ്ഞു വിടും. സാധാരണ എൻ്റെ വൈഫിന് എനിക്ക് പറഞ്ഞു വിടാൻ പറ്റാത്തുള്ളൂ, വൈഫിനെ പറഞ്ഞു വിടും. ഇന്ന് പ്രത്യേകിച്ച് ഇത് ഓർക്കാൻ കാരണം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കർത്താവിന്റെ മേശ ഇരിക്കുന്നു, നാം കർത്താവിന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അപ്പോൾ തന്നെ എൻ്റെ അമ്മയുടെ സഹോദര ഭാര്യ ഇന്നലെ വൈകിട്ട് മരിച്ചു. ഞാനിപ്പോൾ രാവിലെ അവിടെ പോയിട്ടാണ് വരുന്നത്. ഇത് മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ട് ചെല്ലണം. അപ്പം ഞാൻ രാവിലെ ആ ആൻറ്റിയുടെ ബോഡി കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത്, കഴിഞ്ഞ നാളിൽ ഈ ആൻറ്റി ആ ബോഡിയിൽ ഓടി നടന്നതാ. എന്താ പറഞ്ഞ, കഴിഞ്ഞ നാളുകളിൽ ആ ആൻറ്റി ആ ബോഡിയിൽ ഓടി നടന്നതാ. ഇപ്പൊ ആൻറ്റി പോയി, ബോഡി മാത്രമേ ഉള്ളൂ. അപ്പോ 2 Corinthians 5:10 പെട്ടെന്ന് ഓർമ്മ വന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത്. അപ്പൊ ശരീരത്തിൽ എന്തിനാ ഇരുത്തിയേക്കണേ? ശരീരത്തിൽ എന്തിനാ ഇരുത്തിയേക്കണേ? ചെയ്യാനാ നമ്മൾ ഇരുത്തിയിരിക്കണേ, തോന്നിയതല്ല. യേശുക്രിസ്തു ചെയ്തതുപോലെ ദൈവ ഇഷ്ടം. തോന്നിയത് ചെയ്തുകൊണ്ട് കാര്യമില്ല,
യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാ, ഇതാ നീ എനിക്കായി ശരീരം ഒരുക്കിയിരിക്കുന്നു, ദൈവമേ ഞാൻ വരുന്നു. എങ്ങോട്ട്? ആ ശരീരത്തിലേക്ക്. എന്തിന്? നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. ഹെബ്രായലേഖനം 10-ാം അധ്യായത്തിൽ കാണാം ഈ ഭാഗം. അതിന്റെ 5 മുതൽ വായിക്കുമ്പോൾ അവിടെ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. എടുത്തേക്കൊന്ന് വായിച്ചോളൂ. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. അതായത് ലോകത്തിൽ വരുമ്പോൾ ആര്? ആദിയിൽ സൃഷ്ടിപ്പിൽ പിതാവോടുകൂടെ മുഖാന്തരമായിരുന്ന ദൈവപുത്രനായ ക്രിസ്തു, വചനമെന്ന് മറുപേരുള്ള ക്രിസ്തു ഭൂമിയിൽ വരുമ്പോൾ, യേശുവായി ഭൂമിയിൽ വരുമ്പോൾ, ക്രിസ്തു ആത്മാവാണ്, യേശു ബോഡിയാണ്, മനുഷ്യനാണ്. മനുഷ്യനായി വചനം ജഡമായി ഭൂമിയിൽ വരുമ്പോൾ, അതാണ് നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു എന്ന് പറയുന്നത്. എന്തിനാ ഭൂമിയിൽ വരുന്ന, ശരീരത്തിൽ വരുന്ന? താഴേക്ക്. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അതായത് ആരാധനയിലല്ല ദൈവത്തിന് പ്രസാദമൊന്ന് ഭൂമിയിൽ വരുമ്പോ. അപ്പൊ നമ്മളുടെ ചിന്തയിൽ ആരാധിച്ച് കയറാനിരിക്കുക നമ്മൾ നല്ലൊരു പങ്കും ക്രിസ്ത്യാനികൾ. അതിലൊന്നുമല്ല ദൈവത്തിന് പ്രസാദം. താഴേക്ക്. അപ്പോൾ ഞാൻ അതിന്റെ അർത്ഥം ആരാധന വേണ്ടെന്നല്ല. താഴേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. ഇതാ ഞാൻ വരുന്നു. എങ്ങോട്ട്? ആ ബോഡിയിലേക്ക്. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. അപ്പൊ എന്തിനാ വരുന്നത്? നിന്റെ ഇഷ്ടം ചെയ്യാനാ വരുന്നത്. അപ്പൊ നമുക്കും ബോധം ഉണ്ടാകണം. ക്രിസ്തു യേശുവായി ഭൂമിയിലേക്ക് വന്ന എന്തിനു വേണ്ടിയാ? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനാ. ഇതല്ല യേശു എപ്പോഴും പറഞ്ഞ, ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ച എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാ വന്നിരിക്കണേ. ഹല്ലേലൂയ. ഈ യേശു ക്രിസ്തുവാണ് നമ്മുടെ റോൾ മോഡൽ. പിതാവിന്റെ ഇഷ്ടങ്ങൾ ചെയ്യുമ്പോൾ പിതാവിന്റെ ചിന്തകൾ പ്രകാശിക്കപ്പെടും. അതിന്റെ പേരാണ് വചനം. മനസ്സിലായോ? പിതാവിന്റെ ചിന്തകൾ വെളിപ്പെടുമ്പോൾ അതിന്റെ പേരാണ് വചനം. ഹല്ലേലൂയ. എന്നൂടി പറയാം. പിതാവിന്റെ ചിന്തകൾ വെളിപ്പെടുമ്പോൾ അതിന്റെ പേരാണ് വചനം. നമ്മൾ ഇതിനെ എന്താ പേര് വിളിക്കണേ? എന്ത് പുസ്തകം എന്നാ? വചന പുസ്തകം അല്ലേ? ഇതിലൂടെ എന്നാ വെളിപ്പെടുന്നേ? പിതാവിന്റെ ചിന്തകൾ വെളിപ്പെടുകയാ. എന്തായി? വചനമായി, അക്ഷരങ്ങളിലൂടെ അല്ലേ? അക്ഷരങ്ങളിലൂടെ വെളിപ്പെടുകയാ. നമ്മളും ഇതുപോലെ വെളിപ്പെടും, വചനമായി. പിതാവിന്റെ ചിന്തകൾ നമ്മളിലൂടെ വെളിപ്പെടും, വചനമായി. അപ്പൊ നമുക്കും പേരാകും വചനം. പിതാവിന്റെ ചിന്തകൾ അക്ഷരമായി ഇതിലൂടെ വെളിപ്പെട്ടു അല്ലേ? അക്ഷരത്തിലൂടെ പിതാവിന്റെ ചിന്തകൾ വെളിപ്പെട്ടു. അപ്പൊ ഇതിനെന്നാ പേര് വിളിച്ചു? വചനം. എഴുതപ്പെട്ട വചനം, റിട്ടൺ വേർഡ്. ഇതേ പിതാവിന്റെ ചിന്തകൾ അക്ഷരമായല്ല, ആക്ഷനായി, പ്രവൃത്തിയായി നമ്മളിലൂടെ വെളിപ്പെടും. അപ്പൊ നമ്മുടെ പേരാണ് വചനം. മനസ്സിലാവുന്നുണ്ടോ? പിടുത്തം കിട്ടുന്നുണ്ടോ? അപ്പൊ വചനം അക്ഷരമായും ഉണ്ട്, വചനം പ്രവൃത്തിയായും ഉണ്ട്. വചനം പ്രവൃത്തിയാകുന്നതാണ് ക്രിസ്തു. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ക്രിസ്തുവെ പോലെ ആയാൽ നാമും വചനമായി. എന്താണ് വചനം? ദൈവത്തിന്റെ ചിന്തകളുടെ പ്രകാശനമാണ് വചനം. ചിന്തകളെ കാണാൻ പറ്റത്തില്ല, പക്ഷേ എഴുതപ്പെട്ട വചനത്തെയും നമുക്ക് വായിച്ച് നോക്കാം. പ്രാവർത്തികമാകുന്ന വചനത്തെ നമുക്ക് അനുഭവിക്കാം. ഹല്ലേലൂയ. ഇതാ യേശു പറയുന്നത്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ആ പിതാവിന്റെ ചിന്തകളുടെ പ്രകാശനമാണ് ഞാൻ. എന്നെ കണ്ടാ മതി, പിതാവിന്റെ ചിന്തകൾ നിങ്ങൾക്ക് എന്നിൽ അറിയാം.
ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമുക്ക് നന്നായി മുളയ്ക്കണമെങ്കിൽ നാം മരണ വീട്ടിൽ പോകുന്നവരായിരിക്കണം. നമുക്ക് ചിന്തകളൊക്കെ ധാരാളം മുളയ്ക്കും. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, എ വൈസ് മാൻ തിങ്സ് ലോട്ട് അബൌട്ട് ഡെത്ത്. ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ ധാരാളമായി മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നു. പക്ഷേ ഒരു വിഡ്ഢിയായ മനുഷ്യൻ അവൻ ഇപ്പോഴുള്ള സന്തോഷത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുള്ളൂ. വായിച്ച സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം 1-2. നല്ല പേർ നല്ല പേർ സുഗന്ധ തൈലത്തെക്കാളും മരണദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമം. വിരുന്നു വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപ ഭവനത്തിൽ പോകുന്നത് നല്ലത്. അതല്ലോ സകല മനുഷ്യരുടെയും അവസാനം. ജീവിച്ചിരിക്കുന്നവൻ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും. Glory to God. വിരുന്നു വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപ ഭവനത്തിൽ പോകുന്നത് നല്ലത്. അതല്ലോ സകല മനുഷ്യരുടെയും അവസാനം. ജീവിച്ചിരിക്കുന്നവൻ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും. അപ്പൊ ഇത് ഹൃദയത്തിൽ കരുതുവാൻ നമുക്കൊരവസരം കിട്ടുകയാണ്. നാം ഈ ജീവിച്ചിരുന്നപ്പോൾ നാം എന്തായിരുന്നു, എന്താണ് നമ്മളിലൂടെ വെളിപ്പെട്ടത്, എന്തിനാണ് നാം ജീവിക്കുന്നത്, ഈ ജീവിതം കൊണ്ട് ഇതിന്റെ ഉടമസ്ഥൻ നമ്മളിൽ എന്താണ് ആഗ്രഹിക്കുന്നത്. ഇതൊന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരം കിട്ടുന്ന ഒരു സ്ഥലമാണ് മരണവീട്. അല്ലാതെ ഒരു സ്ഥലത്ത് സാധാരണ ചിന്തിക്കാൻ കിട്ടത്തില്ല. ദൈവവചനം പ്രസ്താവിക്കുന്ന സ്ഥലം ഒഴികെ കിട്ടില്ല. അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചോളണം. മോളെ, നമ്മുടെ ജീവിതം ജയകരമാകണോ? നമ്മുടെ ജീവിതം ജയകരമാകണമെങ്കിൽ സ്വർഗീയ എഡ്യൂക്കേഷനിൽ നാം പ്രവേശിക്കണം. ഈ ഭൂമിയുടെ എഡ്യൂക്കേഷൻ കൊണ്ടൊന്നും ഒരു ഗുണവുമില്ല. എറ്റേണലി സ്വർഗീയ എഡ്യൂക്കേഷൻ നാം പ്രവേശിക്കണം. സ്വർഗീയ എഡ്യൂക്കേഷൻ, ഭൂമിയിലെ എഡ്യൂക്കേഷനിൽ ഒരു മനുഷ്യനെ ഇതാ 1 മുതൽ പഠിപ്പിച്ച് 10ാം ക്ലാസ്സും +2 ഒക്കെ കഴിഞ്ഞു ബിടെക് പഠിപ്പിച്ച് അവനൊരു എഞ്ചിനീയർ ആക്കി, അല്ലെങ്കിൽ അവളെ MBBS പഠിപ്പിച്ചൊരു ഡോക്ടറാക്കി, കുറച്ചു നാൾ ഇവിടെ ജോലി ചെയ്ത് അവർ ഹീറോ ആകാൻ നോക്കി, സീറോ ആയി അവസാനിക്കുന്നു മരണത്തിലൂടെ. എന്നാൽ ഞാനും നിങ്ങളും സ്വർഗീയ വിദ്യാഭ്യാസത്തിലേക്ക് കയറിയാൽ ഞാനും നിങ്ങളും തലമുഴുത്ത വലിയവരായി തീരുകയല്ല, പകരം ഞാനും നിങ്ങളും
എഞ്ചിനീയറോ ഡോക്ടറായി തീരുകയല്ല, ഞാനും നിങ്ങളും വചനമായി മാറും. ഞാനും നിങ്ങളും വചനമായി മാറും. നമ്മളെ നോക്കിയാൽ മതി ദൈവത്തിന്റെ ചിന്തകൾ മറ്റുള്ളവർക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് ഞാനും നിങ്ങളും മാറുമ്പോൾ നമ്മുടെ അപ്പൻ തൻ്റെ പുത്രനായ ക്രിസ്തുവെ കുറിച്ച് പറഞ്ഞതുപോലെ നമ്മളിൽ അഭിമാനം കൊള്ളും. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ആ പ്രിയപുത്രന്റെ പേരാണ് ദൈവവചനം. ഹല്ലേലൂയ. ഇതാണ് വെളിപ്പാട് 19:13 ദൈവത്തിന്റെ വചനം പറയുന്നത്. അവന്റെ പേർ വ്യക്തിയാണ്. അവൻ വ്യക്തി, അവന്റെ പേർ ദൈവവചനം. മനസ്സിലായോ? അവന്റെ പേർ ദൈവവചനം. എന്താണ് ദൈവവചനം? ദൈവത്തിന്റെ ചിന്തകളുടെ പ്രകാശനമാണ് ദൈവവചനം. അവന്റെ പേർ ദൈവവചനം. ഹല്ലേലൂയ. 19:13 വായിച്ചു. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. അപ്പോ ക്രിസ്തുവിന്റെ പേരെന്താ? ദൈവവചനം. എന്താണ് വചനം? ദൈവത്തിന്റെ ചിന്തകളുടെ പ്രകാശനമാണ് വചനം. മനസ്സിലായോ? യേശുവിന്റെ പേർ ദൈവവചനം എന്നാണെങ്കിൽ എൻ്റെ മോള് ദൈവദാസന്മാർ ഈ പ്രാവശ്യത്തെ ധ്യാനത്തിന് എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം 3 പാസ്റ്റർമാരെയാണ് സ്വർഗത്തിലെ ദൈവം ഇവിടെ കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. ഒരാളെ ഛത്തീസ്ഗഡിൽ നിന്ന്, ഒരാൾ ഇടുക്കി, അല്ലേ ദേവദാസൻ? ഇടുക്കിയിൽ നിന്ന് കോട്ടയം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അവന്റെ പേർ ദൈവവചനം. ആരുടെ പേര്? ക്രിസ്തുവിന്റെ പേര്. ഇനി ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, നമ്മളെ ആരാകാൻ അദ്ദേഹം മുൻ നിയമിച്ചിരിക്കണേ? പറ. ക്രിസ്തുവെ പോലെയാകാൻ. അങ്ങനെ നമ്മളും ക്രിസ്തുവെ പോലെയായാൽ നമ്മളും ആരായി മാറും? ദൈവവചനം. മനസ്സിലാവുന്നുണ്ടോ? ദൈവവചനം. അതിന്റെ അർത്ഥം നമ്മളിലൂടെ ദൈവത്തിന്റെ ചിന്തകൾ ഭൂമിയിൽ ലൈവായിരിക്കും. ലൈവ്. ഹല്ലേലൂയ. ലൈവായിരിക്കും. നമ്മളിലൂടെ ദൈവത്തിന്റെ ചിന്തകൾ ഭൂമിയിൽ ലൈവായി മാറും. ഹല്ലേലൂയ. അങ്ങനെയായി തീർന്ന നമുക്ക് പറയാം, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. ഹല്ലേലൂയ. മക്കളെ, നമ്മളെല്ലാവരും അത് പറയണം. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. എന്നെ നോക്കിയാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ചിന്തകൾ എന്നിലൂടെ കാണാൻ പറ്റും. ഇതാ യേശു പറയുന്നത്, പിതാവ് എന്നിൽ വസിച്ച്, ഏത് പിതാവ്? സ്വർഗത്തിലെ ആത്മാവാകുന്ന അപ്പൻ എന്നിൽ വസിച്ച് എങ്ങനെ? തന്റെ ആത്മാവിലൂടെ എന്നിലൂടെ ഭൂമിയിൽ വെളിപ്പെടുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ നമ്മളിലെ കീടം മാറണം. ഇതാണ് ദൈവത്തിന്റെ വചനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം. ലോർഡ്, ഐ ലവ് യു. 25-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ പറയുകയാണ്, വെള്ളിയിൽ നിന്ന് കീടം മാറിയാൽ തട്ടാന് നല്ലൊരു ഉരുപ്പടി കിട്ടും. വായിച്ച്. വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ തട്ടാന് ഒരു ഉരുപ്പടി കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഞാൻ ആ സ്ക്രീനും കൂടി ഷെയർ ചെയ്യാം. Oh Father, we thank you, we give you glory.
വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ തട്ടാന് ഒരു ഉരുപ്പടി കിട്ടും. ഇവിടെ നമ്മുടെ ഉള്ളിലെ കീടം മാറിയാൽ നമ്മൾ ദൈവവചനമായി മാറും. എത്രത്തോളം കീടം മാറുന്നുവോ അത്രത്തോളം നാം ദൈവവചനമായി മാറും. കാരണം നമ്മുടെ മുൻ നിയമനം അതാണ്. നമ്മുടെ മുൻ നിയമനം അതാണ്. ഇതാണ് റോമ 8:29 പറയുന്നത്. റോമ 8:29 പറയാണ്, സാക്ഷാൽ ദൈവവചനമായ ക്രിസ്തുവിനെ പോലെ ആകുവാൻ എന്നെയും നിങ്ങളെയും മുൻ നിയമിച്ചിരിക്കുന്നു. ഇതാണ് നമ്മുടെ മുൻ നിയമനം. യഹോവ അതാണ് നിയമിച്ചിരിക്കുന്നത്. നമ്മളെ ആരെയും പിതാവായ ദൈവമാകാൻ വിളിച്ചിട്ടില്ല, പിതാവായ ദൈവത്തെ പോലെ ആകാനും വിളിച്ചിട്ടില്ല. നമ്മളെല്ലാം വിളിച്ചത് തന്റെ പുത്രനായ ക്രിസ്തുവെ പോലെ ആകാനാണ്. വളരെ ശ്രദ്ധിച്ചോണം. പലപ്പോഴും ഈ അപകടമാണ് നമ്മുടെ ജീവിതത്തിൽ വരുത്തി വെക്കുന്നത്. ആദ്യമേ പിതാവായ ദൈവത്തെ പോലെ ആകാൻ നോക്കിയത് നിഷ്കളങ്കനായ ഒരു മാലാഹയാണ്. അടിച്ചു താഴെ പോയി. അവനാണ് ഇന്നത്തെ പിശാച്. ഞാൻ അത്യുന്നതനോട് സമനാകുമെന്നാ പുള്ളി പറഞ്ഞത്. ഹല്ലേലൂയ. നിങ്ങൾ കണ്ടോ, ഈ ആത്മമണ്ഡലത്തിൽ നിൽക്കുന്നവർ പെട്ടെന്ന് അടിച്ച് താഴെ പോകും. ചിലപ്പോൾ പാസ്റ്റർമാരായിരിക്കാം, അച്ഛന്മാരായിരിക്കാം, പെട്ടെന്നിട്ട് താഴെ പോകും. നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ ദൈവത്തിന് അറിയാം. സൂക്ഷിച്ചോളണം, നമ്മൾ താഴെ പോകരുത്. എപ്പോഴും ഒരു പാരലൽ സെറ്റപ്പ് ഉണ്ടാകും. പാരലൽ സെറ്റപ്പിലേക്ക് സ്റ്റെപ്പ് ചെയ്യരുത്. നമുക്ക് ഓൾവേസ് നമ്മുടെ ടെൻഡൻസി പാരലിലേക്ക് സ്റ്റെപ്പ് ചെയ്യാനായിരിക്കും. കയറരുത്. കാരണം പാരലിലേക്ക് സ്റ്റെപ്പിങ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെ പിശാചിന്റെ ലെവലിലേക്ക് കൊണ്ടുവരാനാ, പിശാചിന്റെ സന്തതിയാക്കാനാ. ഈ റിട്രീറ്റിൽ കർത്താവ് തന്നൊരു മെസ്സേജ് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. ഈ ലോക സിസ്റ്റം എന്ന് പറയുന്നത്, ഈ ലോക സിസ്റ്റത്തിൽ അവയവങ്ങളെല്ലാം തലയാകാൻ പാടുപെടുന്നു, തലയായി തീരാൻ ശ്രമിക്കുന്നു, തലയാകുന്നു. എന്നാൽ ദൈവ സിസ്റ്റത്തിൽ അങ്ങനെയല്ല. തല തിരിച്ച ഇവിടുത്തെ തലകളെല്ലാം അവയവങ്ങളായി മാറുന്നു. ഇവിടെ അവയവങ്ങളാകുന്ന നമ്മളെ പിശാച് അവന്റെ സിസ്റ്റം തലകളാക്കുന്നു. എന്നാൽ ദൈവ സിസ്റ്റം ഇവിടത്തെ തലയാകാൻ ശ്രമിക്കുന്നവരെയും തലകളെയും ദൈവ സിസ്റ്റം അവയവങ്ങളാക്കുന്നു. നമുക്ക് ഏതാണോ താല്പര്യം? വാ കൊണ്ടല്ല അവയവങ്ങളാകേണ്ടത്, ഹൃദയം കൊണ്ടാണ്. അവയവങ്ങളായാൽ നമ്മൾ യേശുവിനെ പോലെ പറയും, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. തലയായാൽ നാം പറയും, ഞാൻ കയറും, ഞാൻ ചെയ്യും, ഞാൻ പോകും. കേട്ടിട്ടില്ലേ? ഞാൻ പോവുക. എവിടെ കേട്ടിട്ടുണ്ട്? വീടുകളിൽ. അവയവമായാൽ എങ്ങനെയായിരിക്കും? ഞാൻ പൊയ്ക്കോട്ടെ. ഇനി തലയായാലോ? ഭയങ്കര തല മൂത്ത് തലയായാലോ? ഞാൻ പോകും. ഞാൻ പൊയ്ക്കോട്ടെ. ഞാൻ പോകുന്നു. ഞാൻ പോകും. ഇതിലെല്ലാം വ്യത്യാസമുണ്ട്. ഞാൻ പോകുന്നു ഇതിന്റെ മിഡില.
ഞാൻ പോകും. പിശാചായി. ഞാൻ അത്യുന്നതനോട് സമനാകും. ആകും. ഇതൊക്കെ നമ്മുടെ വളർച്ചയുടെ, ചിന്തയുടെ പ്രകാശനങ്ങളാണ് വാക്കുകൾ. ഇതൊക്കെ എല്ലായിടത്തും ഉണ്ടെന്നേ, എല്ലായിടത്തും ഉണ്ട്. കാരണം ഈ ലോക സിസ്റ്റത്തിൽ നമ്മളൊക്കെ പഠിച്ചു വന്നത് അവയവങ്ങളായ നമ്മൾ തലകളാകണം. എന്നാൽ ദൈവ സിസ്റ്റത്തിൽ തലകളാകുന്ന നമ്മൾ അവയവങ്ങളായി മാറിയാലേ ദൈവരായത്തിൽ കിടക്കൂ. ഇതാ കർത്താവ് മത്തായി 18 പറഞ്ഞത്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തീരുന്നില്ല എങ്കിൽ സ്വർഗരായത്തിൽ കടക്കത്തില്ല. ആരാ തിരിയണ്ടേ? യേശുക്രിസ്തു സാധാ ആളുകളോടല്ല പറയണേ, ദൈവരാജ്യം പ്രസംഗിക്കുന്ന തന്റെ ശിഷ്യന്മാരോടാ പറയണേ. കൃപാവരം ഓപ്പറേറ്റ് ചെയ്യുന്ന, രോഗികളെ സൗഖ്യമാക്കുന്ന, ഭൂതങ്ങളെ പുറത്താക്കുന്നതിന് ശിഷ്യന്മാരോടാ പറയുന്നേ. സ്വർഗരാജ്യത്തെ കയറാൻ റെഡിയായിരിക്കുന്ന ശിഷ്യന്മാരോടാ പറയുന്നത്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ലെന്ന് ഞാൻ കാഷ്വലായിട്ട് പറയുന്നു എന്നല്ല പറഞ്ഞേ, സത്യം ചെയ്തു പറയുന്നു. അപ്പൊ യേശു സത്യം ചെയ്യും. എടുത്തേക്കൊന്ന് വായിച്ച്. നിങ്ങൾ തിരിഞ്ഞ്, വാക്യം പറഞ്ഞു. മത്തായി 18:3. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഈ ഞാനിന്റെ ശിഷ്യന്മാരല്ലേ നമ്മൾ? ഈ ഞാനിന്റെ ശിഷ്യന്മാർ. അപ്പൊ ഈ ഞാൻ സത്യം ചെയ്തു പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു മനസ്സിലാക്കിക്കോളണം. നിങ്ങൾ തിരിഞ്ഞ്, അതുകൊണ്ട് എന്റെ ശിഷ്യന്മാർ പറഞ്ഞ് സ്വർഗത്തിൽ കയറത്തില്ല. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി തീർന്നില്ല. ശിശു എന്ന് പറഞ്ഞാൽ ആശ്രയിച്ച് ജീവിക്കുന്നതാണ്. ആശ്രയിച്ച്. ഒരു ശിശുവിന് അമ്മയും അപ്പനെയും കൂടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആശ്രയിച്ച് ജീവിക്കുക. നിങ്ങൾ തിരിഞ്ഞ്, ഒരു ശിശു നിഷ്കളങ്കമാണ്. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി തീർന്നില്ല എങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കത്തില്ല. അപ്പൊ ശ്രദ്ധിച്ചോളണം. ഞാൻ ചെയ്തു, ഞാൻ ചെയ്യും എന്നതിലേക്ക് വളരാതെ ഞാൻ ചെയ്തോട്ടെ എന്ന രീതിയിലേക്ക് വളരണം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, സാക്ഷാൽ യേശു ക്രിസ്തു സർവപ്രപഞ്ചത്തിന്റെ രാജാവാ. നമ്മുടെയൊക്കെ തലയാ. പക്ഷെ താനൊരു കാര്യം ചെയ്യണമെങ്കിൽ പിതാവിന്റെ ഹെഡിന്റെ പെർമിഷൻ വേണം. ഹല്ലേലൂയ. താൻ സ്വയമേ ചെയ്യില്ല. ഇതല്ല യേശു പറഞ്ഞത്, എനിക്ക് സ്വയമേ എത്ര കാര്യം ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്ര കാര്യം? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും. ഹല്ലേലൂയ. സ്വയമേ ഒന്നും ചെയ്യാൻ പറ്റില്ല. വായിച്ച യോഹന്നാൻ 5:19, 5:30. എനിക്ക് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല. എനിക്ക് സ്വതേ എത്ര കാര്യം ചെയ്യാൻ പറ്റില്ല? കുറച്ചൊക്കെ ചെയ്യും, ബാക്കിയൊക്കെ അങ്ങനെയാണോ? ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. 5:19, യോഹന്നാൻ 5:19, യോഹന്നാൻ 5:30 ഈ ഭാഗങ്ങളൊക്കെയാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളാണ് തലതിരിഞ്ഞ പിശാചിന്റെ സിസ്റ്റത്തിൽ ആയ നമ്മളാണ് ഈ യേശുവിന് എല്ലാം ചെയ്യാൻ പറ്റുമെന്നും ഈ യേശുവിനെ പിടിച്ച് പിതാവിനെ ഒഴിവാക്കിയിട്ട് ആ സ്ഥാനത്ത് കയറ്റിയതും. പൈശാചിക സിസ്റ്റം സഭയെ മൂടി. പൈശാചിക സിസ്റ്റം സഭയെ മൂടി. ഈ ലോക സിസ്റ്റം എന്താ? അവയവങ്ങളെ, ശരീരത്തെ പിടിച്ച എന്താക്കും? തലയാക്കും. ദൈവ സിസ്റ്റം എന്താ? തലകളെ പിടിച്ച് ശരീരമാക്കും, അവയവങ്ങളാക്കും. മനസ്സിലാവുന്നുണ്ടോ? ബൈബിളിലെ യേശു പറഞ്ഞത്, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്റെ തലയായ അപ്പൻ എന്ത് പറയുന്നുവോ അത് ഞാൻ പറയുന്നു. ഞാൻ അപ്പന്റെ ചിന്തകളെ പ്രകാശനമായി തീർന്നു, വചനമായി മാറുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇത് വ്യക്തതയോടെ നാം മനസ്സിലാക്കണം.
ഇന്ന് പിശാച് സഭകളെ കയറി നിരങ്ങിക്കൊണ്ടിരിക്കുക. ഇത് കണ്ടിട്ട് ദൈവമക്കൾ പേടിച്ചു മിണ്ടാതിരിക്കുക. കാരണം അവന്റെ ആളുകളല്ലേ സഭയുടെ തലപ്പത്തിരിക്കണത് മുഴുവൻ. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ ഇടയിൽ കിടക്കോ, നിങ്ങളെ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ് നിങ്ങൾ. ഒരെണ്ണവും മിണ്ടത്തില്ല. ഈ നാളുകളിൽ അപ്പന് വേണ്ടി ശബ്ദമുയർത്തുവാൻ നട്ടല്ലുള്ളവരായിരിക്കണം. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവത്തിന്റെ മക്കളായിരിക്കണം. ഹല്ലേലൂയ. ഒരുപക്ഷെ നിന്റെ ഭൂമിയിലെ ഭാവി പോവായിരിക്കുക, നോ പ്രോബ്ലം. ഇതല്ല ഭാവി. യഥാർത്ഥ ഭാവി സ്വർഗത്തിലാ. ഹല്ലേലൂയ. ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് പണ്ട് ഞാൻ സിനിമ കാണുന്ന ഒരാളായിരുന്നു ധാരാളം. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരു സിനിമ നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും. കിരീടം എന്ന് പറയുന്ന ഒരു സിനിമ 10-30 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കാര്യമാണ്. ഇവിടെ ചാലക്കുടി മാർക്കറ്റിൽ നടന്ന ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് സിനിമയായി മാറിയത്. അതിൽ അഭിനയിക്കുന്ന ആള് മോഹൻലാല. മോഹൻലാലിന് SI സെലക്ഷനും ഒക്കെ കിട്ടി ഇങ്ങനെ നിൽക്കുന്നൊരു സമയം, അതിൻ്റെ എല്ലാ ടെസ്റ്റും കഴിഞ്ഞ റിസൾട്ട് കിട്ടിയിരിക്കും. അപ്പൊ പുള്ളിയുടെ അപ്പൻ ഒരു പോലീസുകാരനാണ്. അതിൽ അഭിനയിക്കുന്ന തിലകന. എനിക്ക് തോന്നുന്നു ഇവർക്ക് ജീവിച്ചിരിക്കുന്നുണ്ടോ തില എനിക്ക് അറിഞ്ഞുകൂടാ. ശ്രദ്ധിക്കുക, കാരണം ഞാനിപ്പോൾ സിനിമയും കാര്യങ്ങളൊന്നും കാണാറില്ല. ഈ തിലകൻ എന്ന ഈ പോലീസുകാരൻ ജീപ്പിൽ വന്നിട്ട് അവിടെ ഏതോ റൗഡികളെ മാർക്കറ്റിൽ വണ്ടി കയറ്, ജീപ്പിൽ കയറ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ റൗഡികളുമായിട്ടൊരു അടി ഉണ്ടാകുക. മറ്റു പോലീസുകാരൊക്കെ മാറി നിൽക്കുക. ഈ തിലകൻ ആ റൗഡിയെ നേരെയാക്കാൻ ആ വണ്ടി കയറ്റാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ തൻ്റെ മകനായ ഈ പറഞ്ഞ പാർട്ടി മോഹൻലാൽ അവിടെ ഏത് കടയിൽ നിന്ന് ചായ കുടിക്കുമെന്നുവാ. അപ്പോഴാണ് തെരുവിലൊരു ബഹളം. നോക്കിയപ്പോൾ ഈ റൗഡികൾ തൻ്റെ അപ്പനിട്ട് അടിക്കുക. ഈ റൗഡികൾ തൻ്റെ അപ്പനിട്ട് അടിക്കുക. നിയമപാലകരായ മറ്റു പോലീസുകാർ മാറി നിന്ന് നോക്കി നിൽക്കുക, പേടിച്ച് നിൽക്കുക. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഈ യൗവനക്കാരനായ ഭാവിയുള്ള അടുത്ത SI ആകാനുള്ള ഭാവിയുള്ള സെലക്ഷൻ റെഡിയായി കിടക്കുന്ന ഈ വ്യക്തി തൻ്റെ അപ്പനെ അടിക്കുന്നത് കണ്ടപ്പോ തനിക്ക് മറ്റൊന്നും നോക്കി നിൽക്കാൻ പറ്റിയില്ല. ആ അപ്പനോടുള്ള സ്നേഹം. ഒരുപക്ഷെ ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ എനിക്ക് അടി കിട്ടി, ഞാൻ പയ്യങ്ങ പോയേക്കാം, വീട്ടിൽ ചെന്നിട്ട് മമ്മീനോട് ഞാൻ കണ്ടില്ല മമ്മി എന്ന് പറഞ്ഞേക്കാം നീന്തിക്കുമായിരിക്കും. ചിലർ പറഞ്ഞു ഞങ്ങളെ ആണല്ലോ ഈ പറഞ്ഞ പാസ്റ്ററെ. എനിക്കറിഞ്ഞുകൂടാ, നിങ്ങളെ ആയിരിക്കാം. പക്ഷേ ഇവിടെ അപ്പനെ ഒഴിവാക്കി ആ സ്ഥാനത്ത് പിശാച് മറ്റൊരു യേശുവിനെ കയറ്റുകയാ. ബൈബിളിലെ യേശു അല്ല, മറ്റൊരു യേശുവിനെ കയറ്റുകയാ. ഇത് കണ്ടിട്ട് മിണ്ടാതെ നിൽക്കുന്ന വീണ്ടും അവരുടെ കൂട്ടത്തിൽ പോയി കൈയടിച്ചു വരുന്ന ഒരു കൂട്ടം പിള്ളേര് എന്നതുപോലെ അവിടെ അനേകർ നോക്കി നിൽക്കുന്നു. ഒരെണ്ണം അനങ്ങണില്ല, പോലീസുകാർ അനങ്ങണില്ല. ഇത് കണ്ട് തൻ്റെ അപ്പനിട്ട് തല്ലുന്നത് കണ്ടപ്പോ ഈ മകൻ സകലതും മറന്ന് അങ്ങോട്ടേക്ക് ചാടി വീണ് തൻ്റെ അപ്പനെ തല്ലുന്നവനെ അടിച്ച് താഴെയിട്ടു. അതോടുകൂടെ തൻ്റെ ഭൂമിയിലെ ഭാവി തീർന്നു. അതിന്റെ അടുത്ത ദിവസം SI സെലക്ഷൻ ഇതാ അപ്രൂവ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് ലെറ്റർ വരികയാണ്. അപ്പോഴാണ് താൻ ഒരു ക്രിമിനൽ കേസിൽപ്പെട്ട് ഇതാ താൻ ജയിലിലേക്ക് ആകുന്നത്. തൻ്റെ ഭാവി പോയി. ആർക്ക് വേണ്ടി? തൻ്റെ അപ്പന് വേണ്ടി. ഹല്ലേലൂയ. മോനെ മോളെ, ഈ ഭൂമിയിൽ നിന്റെ പലതും പോകുമായിരിക്കാം നിന്റെ അപ്പന് വേണ്ടി. പക്ഷെ അതൊന്നും നഷ്ടമല്ല. അതെല്ലാം നിത്യ 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 നിനക്ക് കിരീടമായി തീര്. നീ അപ്പന് വേണ്ടി നിൽക്ക്. ക്രിസ്തു എങ്ങനെ അപ്പന് വേണ്ടി നിന്നോ അതേപോലെ നിൽക്ക. ഹല്ലേലൂയ. ഇവിടെയെല്ലാം തുമ്മുമ്പ പോകുന്നതേ ഉള്ളൂ. കിട്ടുന്നത് നിത്യമാണ്. നിത്യമായതിനു വേണ്ടി സ്റ്റാൻഡ് ചെയ്യുക. യേശു സാക്ഷാൽ
വചനമായി വെളിപ്പെട്ടു. ദൈവവചനം എന്ന അവന്റെ പേർ. എന്താ സംഭവം? ദൈവത്തിന്റെ ചിന്തകളുടെ പ്രകാശനമാണ് വചനം. യേശുവിന് മാത്രമല്ല വചനം എന്ന പേര്. ഈ പുസ്തകം കണ്ടോ? ഈ പുസ്തകത്തിലെ വാക്കുകളുടെയും പേര് വചനമെന്ന ദൈവവചനം. എന്താ കാര്യം? ഈ വാക്കുകളിലൂടെ ദൈവത്തിന്റെ ചിന്തകൾ പ്രകാശിക്കുകയാണ്. നീയും യേശുവെ പോലെ ദൈവത്തിന്റെ ചിന്തകളുടെ ലൈവായാൽ, ഈ വചനം ലൈവല്ല, പക്ഷെ യേശു വചനം ലൈവായാൽ നിന്റെ പേരും ദൈവവചനം. അതിനാ ദൈവം നിന്നെ മുൻ നിയമിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതാ യെശയ്യാ 34:16 പറയുന്നത്. യേശുവിന്റെ പേര് മാത്രമല്ല ദൈവവചനം, ഇതിന്റെ പേരും ദൈവവചനമാണ്. അവിടെ അവന്റെ സിസ്റ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹോവയുടെ പുസ്തകമായത്, ദൈവവചന പുസ്തകം. അവരെഴുതി വെച്ചിരിക്കുക, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുക. അതിൽ ഇണകളെ കാണാതിരിക്കുകയില്ല. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ മനുഷ്യന് മനസ്സിലാകാത്ത പല പല വചനങ്ങളുണ്ട്. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്നു, ദൈവത്തിന്റെ വായല്ലോ ഇത് കൽപ്പിച്ചത്, അവന്റെ ആത്മാവല്ലോ ഇതിനെ കൂട്ടിച്ചേർത്തത്. ഉൽപ്പത്തിയിലുള്ള കാര്യത്തിന്റെ ഇണ വെളിപ്പാടിലുണ്ടാകും. വെളിപ്പാടിലുള്ളതിന്റെ ഇണ എഫേസ് ലേഖനത്തിലുണ്ട്. എഫേസ് ലേഖനത്തിൽ ഉള്ളതിന്റെ ഇണ ഇതാ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലുണ്ടാകും. ദൈവത്തിന്റെ ആത്മാവാണ് ഇത് കൂട്ടിച്ചേർത്തത്. അപ്പോൾ ഇത് കൂട്ടിച്ചേർക്കുന്നതിന് മുമ്പ് ഇത് ആരുടെ കയ്യിലായിരുന്നു? ദൈവത്തിന്റെ കയ്യിൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ കയ്യിൽ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഈ പോഡിയം കണ്ടോ? പല മരക്കഷ്ണങ്ങൾ, പീസുകൾ ചേർന്നിട്ടാ ഇത് പോഡിയമായി മാറിയതെങ്കിൽ, ഇത് പോഡിയമാകുന്നതിന് മുമ്പ് ഇതൊരു മരപ്പണിക്കാരന്റെ കയ്യിലായിരുന്നു. ആ മരപ്പണിക്കാരനാ ഇത് ചേർത്ത് വെച്ചൊരു പോഡിയമാക്കി മാറ്റിയത്. ഹല്ലേലൂയ. ഇവിടെ പറയാണ്, യഹോവയുടെ പുസ്തകത്തിൽ ഇത് വചനമാകുന്നതിന് മുമ്പ് ഇത് യഹോവയുടെ ആത്മാവിന്റെ കയ്യിലായിരുന്നു. വായിച്ചേ. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിച്ചു നോക്കുവിൻ, അവയിൽ ഒന്നും കാണാതിരിക്കയില്ല, ഒന്നിനും ഇണ ഇല്ലാതിരിക്കുമില്ല. ദൈവത്തിന്റെ വായല്ലോ കൽപ്പിച്ചത്, ദൈവത്തിന്റെ ആത്മാവത്രേ അവയെ കൂട്ടിവരുത്തിയത്. ദൈവത്തിന്റെ വായാണ് കൽപ്പിച്ചത്, ദൈവത്തിന്റെ ആത്മാവാണ് അതിനെ കൂട്ടിച്ചേർത്തത്. സഹോദരങ്ങളെ, ഒരു നിമിഷം അവിടെ ഒന്ന് നിൽക്കണം. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിച്ചു നോക്കുക, അവയിൽ ഒന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്. 2-3 പേരുടെ സാക്ഷ്യമൊഴിയാൽ ഏതൊരു കാര്യവും ഉറപ്പാക്കാം. ഇതാണ് ഇവിടെ എപ്പോഴും പറയുന്നത്. ഈ പറയുന്നതിൽ വചനപ്രകാരം തെറ്റുണ്ടെങ്കിൽ തിരുത്താം. അപ്പൊ 2-3 വചനങ്ങൾ ഒരേ ദർശനത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അതിലൂടെ കാര്യം ഉറപ്പാക്കാം. അങ്ങനെയാ കാര്യങ്ങളെ ഉറപ്പാക്കേണ്ടത്. യേശുക്രിസ്തു അങ്ങനെയല്ലേ പറയുന്നത്? നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ, ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടിയവരെ ദൈവങ്ങൾ എന്ന് വിളിക്കുന്നുവെങ്കിൽ തിരുവെഴുത്തിന് മാറ്റം വന്നുകൂടായല്ലോ. ഒരു കാര്യം മനസ്സിലാക്കണം, തിരുവെഴുത്തൊരിക്കലും മാറില്ല. അക്ഷരത്തെറ്റുകളോ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകളോ ഉണ്ടാകാം, പക്ഷെ തിരുവെഴുത്തിലെ ദൈവത്തിന്റെ ചിന്തയ്ക്ക് ഒരു മാറ്റവും ഇല്ല. അപ്പൊ ഇവിടെ പറയുകയാണ്, യഹോവയുടെ പുസ്തകത്തിൽ വായിച്ചു നോക്കുക, അവയിൽ ഒന്നും കാണാതിരിക്കുകയില്ല, ഒന്നിന് ഇണയില്ലാതിരിക്കുകയില്ല. അവന്റെ വായല്ലോ, യഹോവയുടെ ദൈവത്തിന്റെ വായല്ലോ കൽപ്പിച്ചത്, ദൈവത്തിന്റെ ആത്മാവത്രയെ അവയെ കൂട്ടിച്ചേർത്തത്. അപ്പൊ ഇത് കൂട്ടിച്ചേർക്കുന്നതിന് മുമ്പ് ആരുടെ വായിലൂടെ പുറപ്പെട്ടതാ? ദൈവത്തിന്റെ വായിലൂടെ പുറപ്പെട്ടതാ. ആരിലൂടെയാണ് ഇത് കൂട്ടിച്ചേർക്കപ്പെട്ടത്? ദൈവത്തിന്റെ ആത്മാവിലൂടെയാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത്. അപ്പൊ ഇതൊക്കെ എഴുതപ്പെട്ട അക്ഷരവചന ആകുന്നതിന് മുമ്പ് ആരുടെ കയ്യിൽ എത്തപ്പെട്ടു? ദൈവത്തിന്റെ ആത്മാവിന്റെ കയ്യിൽ എത്തപ്പെട്ടു. മനസ്സിലായോ?
ഹല്ലേലൂയ. അക്ഷരവചനമായപ്പോഴാണ് ആ യഹോവയുടെ ചിന്തകളുടെ പ്രകാശനം നമുക്ക് വചനമായി കിട്ടിയത്. മനസ്സിലായോ? എന്നാൽ പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ യഹോവയുടെ വായിലെ വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. അക്ഷരമാവുകയല്ല ചെയ്യുന്നത്. യഹോവയുടെ വായിലെ വചനങ്ങൾ അത് നിനക്കും എനിക്കും തരികയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവർ കേൾക്കട്ടെ. എനിക്കും നിനക്കും ആ വചനം തരികയാണ്. അവിടെ നമ്മൾ വചനം കിട്ടിയ വചനം നമ്മുടെ ജീവിതത്തോടെ പ്രവർത്തിക്കുകയാണ്. അക്ഷരമാക്കുകയല്ല, പ്രവർത്തിക്കുകയാ. അങ്ങനെ വചനം നമ്മളിലൂടെ ദൈവത്തിന് ചിന്തകൾ വെളിപ്പെടുകയാ. നമ്മൾ ദൈവവചനമായി മാറുകയാണ്. ഹല്ലേലൂയ. പിടുത്തം കിട്ടിയോ? നമ്മൾ ദൈവവചനമായി. ഇതാ പഴയ ഉടമ്പടിയിൽ യഹോവയുടെ പുസ്തകം വായിച്ചു നോക്കുക എന്ന് പറയുമ്പോൾ പുതിയ ഉടമ്പടിയിൽ പറയുന്നു അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. ഹല്ലേലൂയ. മറ്റത് ആത്മാവ് ചിന്തകൾ അക്ഷരങ്ങളാക്കിയെങ്കിൽ ഹല്ലേലൂയ ഡെഡ് വേർഡ്സ്. ഹല്ലേലൂയ. അക്ഷരങ്ങളാക്കിയെങ്കിൽ പുതിയ ഉടമ്പടിയിൽ ആത്മാവ് ദൈവത്തിന്റെ ചിന്തകളെ നമ്മളിലൂടെ ലൈവാക്കി മാറ്റുന്നു. നമ്മളെ കാണുന്നത് സ്വർഗത്തിലെ ദൈവത്തെ കാണുന്നു. പിടുത്തം കിട്ടിയ ഹല്ലേലൂയ. ഉറങ്ങുന്നവനെ ഇനിയും ഉറങ്ങാതെ എഴുന്നേൽക്ക. ക്രിസ്തു നിന്നിൽ പ്രകാശിക്കട്ടെ. ക്രിസ്തു പ്രകാശിക്കട്ടെ. അതിന്റെ അർത്ഥം വചനം എന്നിലും നിങ്ങളിലും പ്രകാശിക്കട്ടെ. നമ്മളെ കാണുന്ന ക്രിസ്തുവെ കാണട്ടെ. ഇതല്ലേ വിശുദ്ധ പൗലോസ് പറയുന്നത്, ഞാൻ മരിച്ചു, ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ക്രിസ്തു പറയുന്നു, പിതാവ് എന്നിൽ ജീവിക്കുന്നു. സാക്ഷാൽ ദൈവം നമ്മളിലൂടെ ഭൂമിയിൽ വെളിപ്പെടുന്നു. ഇമ്മാനുവേൽ, ദൈവം മനുഷ്യരോടുകൂടെ. ഹല്ലേലൂയ. അതിനാ നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നീയാണ് മോനെ, നീയാണ് മോളെ വചനം. ഹല്ലേലൂയ. അതിനാണ് നിന്നെ മുൻ നിയമിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാനും നിങ്ങൾ, അതായത് റോമ 8:29 പറയുന്നത്, തന്റെ പുത്രനായ ക്രിസ്തു, അതായത് ദൈവവചനം, അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് എന്നെ നിങ്ങളെ ആ ക്രിസ്തുവിന്റെ സ്വരൂപത്തിൽ അനുരൂപം മുൻ നിയമിച്ചിരിക്കുന്നു. ഈ സുവിശേഷമൊക്കെ നമ്മൾ വിട്ടിട്ട് നമ്മൾ പോയി ഒരു മതം ഉണ്ടാക്കുന്ന സുവിശേഷം ഉണ്ടാക്കി, ആ യേശുവിനെ സ്നാനപ്പെട്ടുടാ, ആ നീയും ക്രിസ്ത്യാനെ, ഇനി പൊട്ടിക്കൊണ്ടിരുന്നു. ഇതാണ് ഇന്ന് പൊളിഞ്ഞു പോണത്. ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരങ്ങളെ, എന്നാൽ സാക്ഷാൽ നമ്മൾ ദൈവവചനമായിട്ട് വെളിപ്പെടുമ്പോൾ നമ്മളിലൂടെ സ്വർഗത്തിലെ ദൈവം തന്നെ ഇവിടെ വെളിപ്പെടുത്തും. അവരെ ഉപദ്രവിക്കുന്നത് ജാതികളല്ല, അവരെ ഉപദ്രവിക്കുന്നത് സഭയിലെ കള്ളന്മാരാ. ഇതാ യേശുവിനെ ഇവിടെ വന്നപ്പോ യേശുവിനെ അവർ ഉപദ്രവിച്ചത്. യേശുവിനെ ഉപദ്രവിച്ചത് ജാതികളല്ല, യേശുവിനെ ഉപദ്രവിച്ചത് സ്വന്തമായവരാ. ഈ സത്യവുമായിട്ട് ഇറങ്ങാമോ, അവർ നിന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കും. ഇതാ യേശു പറയുന്നു, അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. ഹല്ലേലൂയ. ഗവൺമെന്റ്, ജാതികളുടെ ഗവൺമെന്റ് പറയാ ഇവനിൽ ഒരു തെറ്റുമില്ല. പക്ഷെ പള്ളിക്കാർ സമ്മതിക്കത്തില്ല. പള്ളിക്കാർ പറഞ്ഞു കൊന്നേ പറ്റൂ, ക്രൂശിക്കണം, അവനെ ക്രൂശിക്കണം. എന്താ കാര്യം? ഞങ്ങളുടെ സിസ്റ്റത്തിന് വിപരീതമായി അവൻ സംസാരിക്കുന്നു. എന്താണ് സംസാരിച്ചത്? അവൻ പറഞ്ഞു, ഞങ്ങളുടെ ദൈവദാസന്മാർ കരയും കടലും കടന്ന് ഒരുത്തനെ മതത്തിൽ ചേർക്കുന്നു, സുവിശേഷം അറിയിക്കുന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, എന്നിട്ട് അവരെക്കാൾ ഇരട്ടിച്ച നരക സന്തതിയാക്കുന്നു. ഇവൻ പറഞ്ഞു, ഇവൻ ഇനി വെച്ചേക്കാമോ? ഹല്ലേലൂയ. കാരണം അന്നൊന്നും പറയാൻ നട്ടലുള്ള ഒരുത്തനുമില്ല. സാക്ഷാൽ ദൈവപുത്രന് ഇത് പറയാൻ പറ്റും. ഹല്ലേലൂയ. ദൈവപുത്രൻ ഉള്ളതുപോലെ പറഞ്ഞു. നിങ്ങൾ ഈ ബൈബിളും കൊണ്ട് ലോകം മുഴുവൻ ചുറ്റി നടന്നു ഇത് പ്രസംഗിച്ചിട്ട് ആളുകളെയും ചേർത്ത് നിങ്ങളെക്കാൾ ഇരട്ടിച്ച് നരകയോഗ്യരാക്കുന്നു. ഇതേതെങ്കിലും പള്ളിയിൽ ഇത് വായിക്കുമോ? വായിക്കില്ല. വായിച്ചാൽ അവന് അടുത്ത പ്രസംഗത്തിന് വിളിക്കത്തില്ല. തങ്ങളെ അടുത്ത പ്രസംഗം ഉറപ്പിച്ചിട്ടേ ഓരോരുത്തരും പ്രസംഗിക്കും. ഹല്ലേലൂയ. ജനം നഷ്ടമാകുന്നതൊന്നും വിഷയമല്ല. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനൊരു പാരലൽ സിസ്റ്റം എല്ലായിടത്തും ഉണ്ട്. ഈ പാരലൽ സിസ്റ്റത്തിൽ വീഴരുത്. ദൈവം ഈ പാരലൽ സിസ്റ്റം അനുവദിക്കും. ഈ പാരലൽ സിസ്റ്റം ദൈവം അനുവദിക്കും. നിങ്ങൾ ചിന്തിക്കരുത് ദൈവം അനുവദിക്കും. ഏഴം തോട്ടത്തിൽ പിശാചിനെ അനുവദിച്ചതാരാ? സാക്ഷാൽ ദൈവ.
ഹല്ലേലൂയ. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ഇടർച്ച ഉണ്ടാകേണ്ടത് ആവശ്യം തന്നെ. ഇതാ ദൈവ സിസ്റ്റം പറയുന്നത്, ഇടർച്ച ഉണ്ടാകണം. ഹല്ലേലൂയ. നിങ്ങളുടെ ഇടയിൽ കൊള്ളാവുന്നവൻ ആരാന്ന് തെളിയാൻ ഇടർച്ച ഉണ്ടാകണം. ഒരു മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സഭയിൽ ഒരു പാരലൽ സിസ്റ്റം വരും. അത് ദൈവം അനുവദിക്കുന്നത് തന്നെയാ. കാരണം പോകേണ്ടവരൊക്കെ അതിൽ കയറി അങ്ങ് പൊക്കോട്ടെ. മനസ്സിലായോ? ഏവനിൽ പിശാചിനെ അനുവദിച്ചതും ദൈവം തന്നെയാ. ഇവര് പോണെങ്കിൽ അങ്ങ് പൊക്കോട്ടെ, ടെസ്റ്റാ. അതിൽ കയറി ഹവ്വാമ്മച്ചി വീണു. അവിടെയും പ്രസംഗം തന്നെയാ. എന്താ? ദൈവത്തെ പോലെ ആകും. കൂടെ വെക്കാൻ ആദം ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ മനോഭാവം എന്താ? ഏതൻ തരിശായി കിടന്നാലും നിന്നെ നാ തീർത്തത്തില്ല. അയാളുടെ അപ്പന്റെ മനോഭാവം ഏതൻ തരിശായി കിടന്നാലും നിന്നെ നാ നിർത്തത്തില്ല. ഗെറ്റ് ഔട്ട്. ഇനി നീ അകത്ത് കയറാതിരിക്കാൻ തന്റെ ദൂതനെ നിർത്തി. ഹല്ലേലൂയ. പലപ്പോഴും ഈ ഭൂമിയിലെ പിതാക്കന്മാർ ചിന്തിക്കുന്നല്ലോ, ഒന്നേ ഉള്ളൂ, പുറത്താക്കിയ എങ്ങനെയാ എന്ന് ചിന്തിക്കത്തില്ല അപ്പൻ. ഹല്ലേലൂയ. ഗെറ്റ് ഔട്ട്. ഇതെല്ലായിടത്തും ഉണ്ട്. ശ്രദ്ധിച്ചോളണം. അപ്പൻ ഒരു ഭാഗത്ത് സ്നേഹമാ, മറുഭാഗത്ത് വളരെ സ്ട്രിക്റ്റും കൂടെയാ. ഒരു പാരലൽ സിസ്റ്റം എപ്പോഴും ഉണ്ടാകും. കാരണം ഈ സെറ്റപ്പിൽ ദൈവം പാരലൽ സിസ്റ്റം അനുവദിച്ചിട്ട് ഇന്നുവരെ ആ പിശാചിന് ശിക്ഷ കൊടുത്തിട്ടില്ല ദൈവം. എപ്പോഴാണ് ശിക്ഷ കൊടുക്കുന്നത് അറിയാമോ? ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ, നിങ്ങൾ എന്ന് അനുസരണം തികഞ്ഞു വരുമോ അന്ന് അവന്റെ ശിക്ഷ നടപ്പിലാക്കും. അതുവരെ അവനെ അനുവദിച്ചിട്ടുണ്ട്. സാക്ഷാൽ ദേവോത്തരം ഭൂമിയിൽ വന്നപ്പോ പോലും അവനെ ആ പരീക്ഷ എടുക്കാൻ വിട്ടത്. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മളെ ദൈവം വിളിച്ചത് ഞാനും നിങ്ങൾ ക്രിസ്തുവെ പോലെ വചനം ലൈവായിരിക്കാനാ. എന്നെയും നിങ്ങളെ കാണിക്കാനല്ല. നമ്മൾ നിന്നാൽ, നമ്മൾ വാ തുറന്നാൽ നമ്മളിലൂടെ ദൈവം ലൈവാകണം ഭൂമിയിൽ. ഇമ്മാനുവേൽ, ദൈവം മനുഷ്യരോടുകൂടെ, ക്രിസ്തുവെ പോലെ. ഇതാണ് ഹെവൻലി എഡ്യൂക്കേഷന്റെ ലക്ഷ്യം. ഈ ഭൂമിയിലെ എഡ്യൂക്കേഷൻ ലക്ഷ്യം ഒരുവൻ എഞ്ചിനീയർ ആകുന്നു, ഡോക്ടർ ആകുന്നു, കുറെ നാളവൻ ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ കളിക്കുന്നു, അതിനുശേഷം ഹീറോ ആകാൻ നോക്കി സീറോ ആയി തീരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഹീറോ ആയിരിക്കുന്ന തലകളെയൊക്കെ ദൈവം ഇതാ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലേ എന്ന് പറയുന്ന, ക്രിസ്തുവിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കളായി, അങ്ങനെ തലകളെയൊക്കെ അവയവങ്ങളായി അവസാനം അവർ സീറോ ആകുന്നതിന് പകരം അവർ ഹീറോ ആയി മാറുന്നു. ഹല്ലേലൂയ. ജയിക്കുന്ന ഒരു അവകാശമായി കിട്ടും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. അവർ എന്നേക്കും രാജാക്കന്മാർ, റിയൽ ഹീറോസ്, മരണമില്ലാത്ത റിയൽ ഹീറോസ്. ഇതാണ് സ്വർഗീയ എഡ്യൂക്കേഷന്റെ ഉദ്ദേശം. ഇതല്ല യേശു പറഞ്ഞത്. നിങ്ങൾ പലരും ചിന്തിക്കും, ഇങ്ങനെ ഒരു എഡ്യൂക്കേഷൻ ഉണ്ടോ ബ്രദറെ? ആരാധനയല്ലേ ഉള്ളൂ. അത് നമ്മളുടെ കളിപ്പീര് സിസ്റ്റം പിശാചാക്കി വെച്ചത് അങ്ങനെയാണ്. നമ്മൾ ബുദ്ധിയിൽ ശിശുക്കളായത് അവിടെ. ഇന്നലെ കേട്ടു, ബുദ്ധി ശിശുക്കളാകരുത്. ആ വചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഞാൻ അറിഞ്ഞില്ല ദൈവം എന്തിനത് തന്നേന്ന്. ഇത് കഴിഞ്ഞപ്പോൾ പലരും വന്നിട്ട് പറയാ, ദേവാസനെ എന്നോടാ സംസാരിച്ചത്. വർഷങ്ങളായി കിടന്ന കൺഫ്യൂഷൻ എനിക്ക് മാറിക്കിട്ടി. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുക, ഈ ലോകത്തിലെ എഡ്യൂക്കേഷൻ അല്ല ദൈവരായത്തിലെ എഡ്യൂക്കേഷൻ. കർത്താവ് യേശുക്രിസ്തു ഇങ്ങനെയാ പറയുന്നത്. മത്തായി 11:29 നമ്മളോട് പറയാണ്, നിങ്ങൾ എന്റെ മുഖമേറ്റ് എന്നോട് പഠിക്കണം. Learn of me. This is heavenly education. ഞാനാണ് സാക്ഷാൽ വചനം, വചനത്തിന്റെ പ്രകാശനം. നിങ്ങൾ എന്റെ മുഖമേറ്റ് എന്നോട് പഠിച്ചാൽ നിങ്ങളുടെ ദേഹികൾക്ക് ആശ്വാസം കിട്ടും. നിങ്ങളും വചനമായി വെളിപ്പെടും, എന്നെ പോലെ വെളിപ്പെടും. എന്റെ അവയവങ്ങളായിരിക്കും നിങ്ങൾ. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തു ആരിലൂടെ അവന് വെളിപ്പെടുന്നത്? നമ്മളിലൂടെ, അവയവങ്ങളിലൂടെ വെളിപ്പെടുന്നത്. ക്രിസ്തു നമ്മുടെ തല, നമ്മൾ അവയവങ്ങളാണെങ്കിൽ ഇതാ എന്റെ കൈയിലൂടെ എന്താ വെളിപ്പെടുന്നത്? എന്റെ വായിലൂടെ എന്താ വെളിപ്പെടുന്നത്? എന്റെ തലയുടെ ചിന്തകൾ.
ഇതുപോലെ ക്രിസ്തുവിന്റെ ഇതകൾ നമ്മളിലൂടെ വെളിപ്പെടും. ക്രിസ്തുവിലൂടെ സ്വർഗീയ പിതാവിന്റെ ഇതകൾ വെളിപ്പെടും. ചുരുക്കം പറഞ്ഞാൽ സ്വർഗീയ പിതാവ് ക്രിസ്തുവിലുള്ള നമ്മളിലൂടെ ഭൂമിയിൽ വെളിപ്പെടും. ഇതാണ് എഡ്യൂക്കേഷന്റെ പ്രോഗ്രസ് തിരിച്ചറിയുന്നത്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ലേ, സ്കൂളിൽ പ്രോഗ്രസ് കാർഡ് എന്നൊക്കെ കണ്ടിട്ടില്ലേ? നിങ്ങളുടെ പ്രോഗ്രസ് കാർഡ് ഒന്ന് ചെക്ക് ചെയ്തേ. എത്രത്തോളം ദൈവം നമ്മളിലൂടെ വെളിപ്പെടുന്നുണ്ട്. അതോ ചാക്കുച്ചിയും മേരിക്കുട്ടിയും ജോസഫ് ഏട്ടനും ചിന്നപ്പനുമാണ് വെളിപ്പെടുന്നത്? നമ്മളല്ല ഇനി വെളിപ്പെടേണ്ടത്. ക്രിസ്തു നമ്മളിലൂടെ വെളിപ്പെടണം. ക്രിസ്തുവിലൂടെ പിതാവ് വെളിപ്പെടണം. ഹല്ലേലൂയ. അതിനെന്ത് വേണം? ഹെവൻലി എഡ്യൂക്കേഷനിലേക്ക് പ്രവേശിക്കണം. അതിലൂടെയാണ് നമ്മുടെ കീടം മാറുന്നത്. അതിലൂടെയാണ് കീടം മാറുന്നത്. കീടം വളരാൻ സമ്മതിക്കരുത്. കീടം വളരാൻ സമ്മതിക്കരുത്. നമ്മൾ കീടത്തിന്റെ കാവൽക്കാരാകരുത്. കീടം വളരുവാൻ സമ്മതിക്കരുത്. ശ്രദ്ധിച്ചു കണ്ടോട്ടോ. ലോർഡ് ഐ ലവ് യു. താങ്ക് യു ഹെവൻലി ഫാദർ. ഇന്നത്തെ നമ്മുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് Lord, I love you. Lord, I love you. ഇന്നത്തെ നമ്മുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ കീടത്തിന്റെ കാവൽക്കാരാണ്. വെള്ളിയിൽ കീടമുണ്ട്, സ്വർണത്തിൽ കീടമുണ്ട്, നമ്മളിലും കീടമുണ്ട്. കീടം മാറിയാലേ തട്ടാൻ നല്ലൊരു ഉരുപ്പടി കിട്ടും. തട്ടാൻ വേറെ ആരുമല്ല, നമ്മുടെ ദൈവമാണ്. ദൈവത്തിന് വേണ്ടത് നല്ല ഉരുപ്പടി എന്ന് പറയുന്നത് ഞാനും നിങ്ങൾ ക്രിസ്തുവെ പോലെ ദൈവവചനമാകുന്ന ദൈവപുത്രന്മാരായി തീരുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഇന്ന് ഓരോരുത്തരും കീടത്തിന്റെ കാവൽക്കാരാണ്. കീടം കളയാൻ നമ്മൾ സമ്മതിക്കത്തില്ല. ഇത് കണ്ടോ, സ്ക്രീനിൽ നോക്കിയേ. ഇവിടെ ചപ്പു ചവർ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു ഏരിയ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ഒരു സ്ഥലമുണ്ട്. അതിന്റെ പേരെന്തുവാ? ബ്രഹ്മപുരം അല്ലെ? ആ ബ്രഹ്മപുരം. അതിനെക്കുറിച്ച് ഇടയ്ക്ക് കേൾക്കാം, അവിടെ തീ ഇട്ടു എന്നൊക്കെ അല്ലേ? ഇതുണ്ടോ, ചവർ കൂട്ടിയിട്ടിരിക്കുക. ഇതേപോലെ ഈ ചവർ അവിടെ നിന്ന് മാറ്റിയാലേ അവിടെ എന്തെങ്കിലും പരിപാടി നടക്കുമോ? അല്ലെങ്കിൽ നാറ്റം അടുക്കാൻ പറ്റില്ല. ഇതേപോലെ പിശാചി എന്റെയും നിങ്ങളുടെ ഉള്ളിൽ ചവർ കൂട്ടിയിട്ടുണ്ട്. അതിന്റെ പേരാണ് ജഡചിന്തകൾ. ഞാനും നിങ്ങളും അതിന്റെ കാവൽക്കാരായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം ദൈവത്തിന് നമ്മൾ ഇന്ന് ഉരുപ്പടി കിട്ടത്തില്ല. ജഡത്തിന്റെ കാവൽക്കാരായി നമ്മൾ നിൽക്കുകയാണ്. തൊടാൻ സമ്മതിക്കത്തില്ല. സഹോദരി, അങ്ങനെ ചെയ്യാൻ ശരിയാണോ? പിന്നെ ഒരു 10 വർഷത്തേക്ക് ആ മുഖത്ത് പോലും നോക്കത്തില്ല. എന്റെ കീടം ഞാൻ കാക്കും. ഭാര്യ ഭർത്താവോട് പറഞ്ഞു, ചാച്ചാ അത് ശരിയാണ്, നീ ആടി എന്നെ, നീ ആടി എന്നെ, ഞാൻ എന്റെ കീടം ഞാൻ കാക്കും. പിന്നെ എങ്ങനെ മാറുക? എന്റെ കീടം ഞാൻ കാക്കും. എന്നാലും പാസ്റ്റർ എന്ന് പറഞ്ഞു എന്നെ കുത്തിയതല്ലേ, എന്റെ കീടം ഞാൻ കാക്കും. കീടം മാറിയാലേ തട്ടാന് നല്ലൊരു ഉരുപ്പടി കിട്ടും. മനസ്സിലായ? കീടം മാറണം. കീടം മാറുക മാത്രമല്ല, നാം മറ്റൊന്നിന്റെ കാവൽക്കാരാകണം. എന്റെ തൊട്ട് പ്രതിരിക്കണുണ്ടോ? നിധി, വിലയേറിയ മുത്ത്, സ്വർഗരാജ്യം വിലയേറിയ മുത്ത. അതൊരു മനുഷ്യൻ കണ്ടിട്ട് തനിക്കുള്ള സകലതും വിറ്റ അത് വാങ്ങി. അത് നഷ്ടപ്പെടാൻ അവൻ ആരെയും അനുവദിക്കത്തില്ല. അവൻ അതിന്റെ കാവൽക്കാരനായിരിക്കും. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ,
യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണം, അതിനെ ഓർക്കുമ്പോൾ നമ്മൾ എന്നാ ഓർക്കണേ? യേശു മരിച്ചപ്പോൾ ഞാനും യേശുവോടുകൂടെ മരിച്ചു. മരിക്കേണ്ട ഞാൻ യേശുവോടുകൂടെ മരിച്ചു. ആ യേശു ഉയർത്തപ്പോ യേശുവോടുകൂടെ ഞാനും പുതിയ സൃഷ്ടിയിൽ ഉയർത്തു. ഇനി ഈ പഴയതല്ല, ഈ പഴയതോടെ എരിഞ്ഞു തീരുന്നത് എൻ്റെ യേശുവിനായി ഞാൻ എരിഞ്ഞു തീരും. ഒരു കൈത്തിരി പോൽ കത്തി എരിഞ്ഞൊരിക്കൽ ഞാൻ തിരുമാറിൽ ചേരും. ഇതിവിടെ എൻ്റെ കർത്താവിനായിട്ടുള്ളതാ. ഹല്ലേലൂയ. ഇത് വ്യക്തമായി തിരിച്ചറിഞ്ഞ് ഞാൻ മരിച്ചു. പാപത്തിൽ മരിക്കേണ്ട ഞാൻ മരിച്ചു. ഇനി എനിക്ക് മരണമില്ല. ഏതെനിക്ക്? യേശുവോടുകൂടി ഉയർത്തെഴുന്നേറ്റ എനിക്ക്. ആ ഉയർത്തെഴുന്നേറ്റപ്പോ കഴിഞ്ഞു ഓൾറെഡി. ഒരുവൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയായി. ഇത് പഴയതാ, പഴയത് കഴിഞ്ഞുപോയി. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, സമയത്തിന്റെ ചുരുക്കം പോലും ഞാനിതോടെ അവസാനിപ്പിക്കട്ടെ. നാം ആരും കീടത്തിന്റെ കാവൽക്കാരാകരുത്. ദൈവത്തിന്റെ വചനം പറയുന്നു, ആ കീടം എടുത്തുകളെ നമുക്ക് ശക്തിയില്ല. പക്ഷെ നമ്മുടെ അകത്ത് വന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനാൽ കീടത്തെ റിമൂവ് ചെയ്യുന്നവൻ അവൻ നിത്യം ജീവിക്കും. ആത്മാവാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നവൻ കീടം റിമൂവ് ചെയ്യണം. നീ ജീവിക്കും. പകരം ദൈവവചനം പറയുന്നു, രക്ഷിക്കപ്പെട്ടവരോട് നീ കീടത്തെ അനുസരിച്ച് ജീവിച്ചാൽ നീ മരിക്കും നിശ്ചയം. അതല്ല നമ്മൾ ഏറ്റെടുക്കേണ്ടത്. യേശു നമുക്ക് വേണ്ടി മരിച്ചത് നമ്മൾ വീണ്ടും മരിക്കാനല്ല, നമ്മൾ നിത്യം ജീവിക്കാനാണ്. ദൈവസന്നിധിയിൽ എഴുന്നേക്കാം. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. കീടം മാറിയാൽ തട്ടാനും നല്ലൊരു ഉരുപ്പടി കിട്ടും. ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാം. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കണ്ണുകളടയട്ടെ. എന്താണ് എൻ്റെ അവസ്ഥ? വെറും ഒരു ആരാധനക്കാരനായി മറ്റു മതങ്ങളെ പോലെ അവസാനിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? അതോ സ്വർഗീയ വിദ്യാഭ്യാസത്തിൽ ചേർന്ന് ഞാൻ വചനമായി ഡിസ്പ്ലേ ആകുന്ന വ്യക്തിയാണോ? പണ്ട് വചനം അക്ഷരത്തിലൂടെ ആയിരുന്നു വെളിപ്പെട്ടിരുന്നത്, ദൈവത്തിന്റെ ചിന്തകൾ. ഇന്ന് ദൈവത്തിന്റെ ചിന്തകൾ എന്നിലൂടെ വെളിപ്പെട്ട് ഞാൻ സാക്ഷാൽ വചനമായി തീരണം. പണ്ട് ദൈവത്തിന്റെ ആത്മാവ് ദൈവദാസന്മാരോട് സംസാരിച്ചപ്പോൾ അവർ തൂലികയെടുത്തു അക്ഷരങ്ങളായിട്ട് എഴുതി വെച്ചതാണ് ഞാൻ ഇന്ന് ബൈബിളായി വചനപുസ്തകമായി കൊണ്ട് നടക്കുന്നത്. എന്നാൽ ഇന്ന് പുതിയ ഉടമ്പടി സമയത്ത് അതേ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ സംസാരിച്ച് എന്നെ ദൈവത്തിന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കുന്നു. ഞാൻ ദൈവത്തിന്റെ വചനമായി വെളിപ്പെടുന്നു, അക്ഷരമായല്ല. ദൈവചിന്തകൾ ലൈവാകുന്നു എന്നിലൂടെ. എന്നെ കാണുന്നവൻ ദൈവത്തെ കാണും. അങ്ങനെ സാക്ഷാൽ ദൈവവചനമായ യേശു ക്രിസ്തുവോട് അനുരൂപമാകുവാൻ എന്നെ മുന്നിച്ചിരിക്കുമ്പോൾ ആ വിദ്യാഭ്യാസത്തിലേക്ക് യേശുവോട് പഠിച്ച് ഞാനും നിങ്ങൾ വരുന്നുണ്ടോ എന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. അതിനായി നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഈ ലോകത്തിന്റെ അനുരൂപമായ ക്രിസ്തീയതയൊക്കെ വിട്ടിട്ട് സാക്ഷാൽ ക്രിസ്തുവോട് പഠിച്ച് ആ സ്വർഗീയ അനുരൂപത നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഏൽപ്പിച്ചു കൊടുക്കാം. കീടം മാറിയാൽ തട്ടാനും നല്ലൊരു ഉരുപ്പടി കിട്ടും. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ മഹാകരുണയ്ക്കായി നന്ദി. ഞങ്ങളുടെ ചിന്തയിൽ ഒരർഹതയുമില്ലാത്ത ഞങ്ങളെ അങ്ങ് തേടി വന്ന് അങ്ങയുടെ പുത്രനിലേക്ക് ആകർഷിച്ച് പുത്രനിലൂടെ ഞങ്ങളോട് സംസാരിച്ച് പ്രിയ നല്ല പിതാവേ, ഞങ്ങളെ അങ്ങയുടെ പുത്രനിൽ പുതിയ സൃഷ്ടികളാക്കി
വീണ്ടും ജനിക്കാൻ തന്ന അവസരത്തിനായി നന്ദി. ഈ ഹോളിൽ ഈ ശബ്ദ കാഴ്ചവെറുതിയിൽ അങ്ങയുടെ ചിന്തകൾ പ്രാപിക്കുന്ന ഏതൊരു മനുഷ്യനെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ അപ്പ, ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന അങ്ങയുടെ അടുക്കൽ ഓടിയെത്തുവാൻ, ക്രിസ്തുവിനെ അനുഗമിപ്പാൻ, ക്രിസ്തുവിനെ തലയോളം വളരുവാൻ തന്ന സാവകാശനായി നന്ദി. അതിലെത്തിച്ചേരുവാൻ ഞങ്ങളാരും കീടത്തിന് കാവൽ നിൽക്കുന്നവരാകാതെ കീടത്തെ സഹനത്തിലൂടെ ക്രിസ്തുവോട് പഠിച്ച, ക്രിസ്തുവെ അനുഗമിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്നവരായി തീരും. ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളെ അനുഗ്രഹിക്കുന്നു, ദൈവദാസന്മാരെ അനുഗ്രഹിക്കുന്നു, ഇത് തുടർന്ന് ശ്രമിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. എല്ലാവരിലും ദൈവത്തിൻ്റെ ജീവനും സമാധാനവും ജ്ഞാനവും എല്ലാ സമൃദ്ധിയും ഐശ്വര്യമായി ഇവരിൽ വസിക്കുമാറാകട്ടെ. ഇത് ഇവരെ എല്ലാ സ്വർഗീയ ഭവനത്തിൽ എത്തിക്കുമാറാകട്ടെ. ഇവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മേൽ അങ്ങ് കൂട്ടായിരിക്കണമേ. രോഗികളായിരിക്കുന്നവർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കുക. പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ യേശു രക്തത്താൽ കഴുകപ്പെടും ഏൽപ്പിച്ചു കൊടുക്കുക. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അടിപ്പണരാലുള്ള സൗഖ്യം ഈ മക്കളുടെ മേൽ കൽപ്പിക്കണം. സൗഖ്യമുള്ളവരായിരിക്കട്ടെ. പിശാചിനെ കൈയടക്കാം, രോഗവേദന കൈയടക്കാം. ഈ ശുശ്രൂഷ ഇപ്പോഴും തുടർന്ന് അനുഭവിക്കുന്ന ഏവരും ഈ സൗഖ്യം അനുഭവിക്കാൻ ഇടയാകട്ടെ. സർവ്വമഹത്വം പിതാവിന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു, സഹായിച്ചിരിക്കുന്നു. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ പ്രാർത്ഥിക്കാൻ